അച്ഛനിത്, ഇത് അമ്മ, ഇവർ കൊണ്ട് കൊച്ചാന്നറിയാം എന്തെങ്കിലും പുനർബന്ധം. കുട്ടിയെ പെൺകുട്ടിയാണ് പറഞ്ഞിരുന്നത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം ചൊറിച്ചിലാണ്. പിന്നെ അസിസിക്ക് നോബി ചേട്ടനെയും എനിക്ക് കോമഡി സ്റ്റാർസ് മുതൽ എനിക്ക് അവരെ രണ്ടുപേരെ അറിയാം. അതുകൊണ്ട് അതൊരു ഇവരൊക്കെ എവിടെ വരെ പോകുന്നു അങ്ങനെയല്ല. ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് യാതൊരു പിടിയും ഞങ്ങൾക്ക് മുഖം കണ്ടാൽ മനസ്സിലായത്. ഞാൻ ആദ്യമേ പറയണമെന്നേ, പിന്നെ ഞാൻ വിചാരിച്ചു തീർന്നിട്ട് പറയാൻ വിചാരിച്ചു. വെറുതെ എന്തെങ്കിലും പറഞ്ഞ ആളാവാൻ വേണ്ടിട്ട് ആളുകളി ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞോട്ടല്ലേ ഓവർത്തിയോട്ടവരാണ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ല. ഇതിന്റെ ഇടയിൽ ഇറിയിപ്പോയി എനിക്ക് കസേര ഉൾപ്പെടെ പോയി എന്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് കൺട്രോൾ പോയി. ചിരിക്കാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല. അത് ശരിക്കും തന്നെ വേണം. ബൈച്ചേട്ടൻ അവിടെ വരുന്നു, കാര്യങ്ങളെല്ലാം ഇനി ബൈച്ചേട്ടനാണോ അച്ഛൻ? ബൈച്ചേട്ടനെ പോലെ എനിക്ക് അച്ഛന. അപ്പൊ ഞാൻ ഇവിടെ ചേർന്ന് നോക്കും. അതാണ് ആണുങ്ങളുടെ ഒരു പ്രത്യേകത. നമ്മളെപ്പോഴും നമ്മുടെ ഭാര്യയുടെ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് കാണും. ഈ ഭാര്യമാര് തിരിച്ച് കാണും. നമ്മളിത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ മരിച്ചാൽ പോലും നമ്മൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കരുത്. ഷൂട്ട് കഴിഞ്ഞ് രണ്ടിൻ്റെ അതാണ് പാപ്പ മരിക്കുന്നത്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു കൗമുദി മൂവീസ്. ഇറ്റ്സ് മീ അജ്ന താജ്. ഇന്ന് എനിക്കിപ്പം വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു ബൈജു സന്തോഷ്, നോബി മാർക്കോസ്, അസീസ് നെടുമങ്ങാട്, അശ്വതി. സോറി ഞാൻ ആദ്യമേ പേര് പോയി. എന്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് കൺട്രോൾ പോയി. അത് ഏറ്റെടുത്തോളൂ. ഓക്കെ. അപ്പോൾ വ്യസന സമേതം ബന്ധുമിത്രാദികൾ നിങ്ങൾ ഇത്രയും വരെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രതീക്ഷ, കുറെ ചിരിക്കാനുള്ളൊരു മൂവി വരികയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ പേര് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നാണ്. അപ്പം മരണമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയോ കോമഡികളാണെന്ന് തോന്നുന്നുണ്ട്. കോമഡിയാണോ ട്രാജഡിയാണോ ആക്ച്വലി? ഇതൊരു വെറൈറ്റി പരിപാടിയാണ്. കരഞ്ഞുകൊണ്ട് ചിരിക്കുക. ചിരിച്ചുകൊണ്ടാണ് സാധാരണ കരയാറ്. ഒരുപാട് ചിരിച്ച് കഴിയുമ്പോൾ കണ്ണു നിറയാറുണ്ട് പലർക്കും. ഇതെന്ന് പറയുന്നത് ഞങ്ങളൊരു പുതിയ പരീക്ഷണം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കരഞ്ഞുകൊണ്ട് ചിരിക്കുക. കാരണം നമ്മുടെ സാവിത്രി അമ്മ അല്ലേ? ചേച്ചിയുടെ ക്യാരക്ടർ ഒരു സാവിത്രി അമ്മയുടെ മരണത്തോടനുബന്ധിച്ചിട്ടുള്ള തുടങ്ങുന്ന ഒരു കഥയാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്നത്. സ്വന്തം മോൾക്ക് പേര് പറഞ്ഞുപോയി. അതെ പ്രസിഡന്റിന് ഓർമ്മ. ഞാൻ ഈ സാവിത്രി അമ്മയുടെ മരണത്തിന് ശേഷം എൻ്റർ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് എൻ്റെത്. NSS കരയോഗം പ്രസിഡന്റ് വേണുഗോപാൽ, വേണുണ്ണൻ എന്നെല്ലാവരും വിളിക്കും. വൃത്തിയോട്ടവരാണ് കേട്ടോ. സിനിമകൾ ഇങ്ങനെ ഒരു കരയാൻ പറഞ്ഞത് ഈവനെ തൂക്കെടുത്ത് ചുവരി അടിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് ദേഷ്യം തോന്നുന്ന ഒരു വൃത്തികെട്ട ഒരു കരയാൻ പ്രസിഡന്റ്. കഴുത്തില് രുദ്രാക്ഷ മാലയൊക്കെ ഇട്ട് വൺ ഷോ, ഭയങ്കര ഷോ. അതായത് പുള്ളിയുടെ വിചാരം എന്ന് വെച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നാണ് വിചാരം. അമ്മാതിരി അല്ലേ അഭിനയിച്ചപ്പോ ബൈച്ചേട്ടന് തന്നെ തോന്നി ശരിയല്ല. എനിക്കെന്ന് പല ഘട്ടങ്ങളിലും ചിരി വന്നുപോയി. ബാക്കി കഥയെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് അറിയാവുന്നത് ആ വീട്ടിലെ അംഗങ്ങളായിട്ടുള്ള അശ്വതിക്കും പിന്നെ അസീസിനും നോബി വെളിയിൽ നിന്ന് വരുന്നതാണ്. നോബി ഈ മരിച്ച സാവിത്രി അമ്മയുടെ ഇളയ മോളുടെ ഭർത്താവാണ്. മോളുടെ ഭർത്താവ് ഇത് മകളാണ്. സാവിത്രി അമ്മയുടെ മകൾ ഇതാണ് അശ്വതി. അശ്വതിയുടെ ഭർത്താവാണ് ഈ ഇരിക്കുന്ന അസീസ്. കണ്ടാ പറയില്ല കേട്ടോ. അപ്പൊ കഥയുടെ മറ്റ് ഘട്ടങ്ങളെ കുറിച്ചൊക്കെ അവരോട് ചോദിക്കാം. കരയോഗം പ്രസിഡന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു ബാക്കി ബന്ധുക്കളോട് ചോദിക്കും. ഇനി ബന്ധുക്കളോട് ചോദിക്കും. ബന്ധുമിത്രാദികൾ ഇവരാണ്, ഞാനല്ല. സത്യം പറഞ്ഞ ഞാൻ പോലും എന്റെ അമ്മയുടെ പേര് ഞാൻ മറന്നു. നന്ദി. വൈചേട്ട കറക്റ്റ് സാവിത്രി അമ്മ. അപ്പൊ എൻ്റെ അമ്മയമ്മ, അതായത് അശ്വതിയുടെ അമ്മ. അപ്പം ആ ക്യാരക്ടറാണ് മരിക്കുന്നത്. അപ്പോൾ ആ മരണവുമായി ബന്ധപ്പെട്ട് ഒരു മരണ വീടാകുമ്പോൾ പല സംഭവങ്ങളും അവിടെ നടക്കും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മൾ യഥാർത്ഥ ഒരു മരണ വീട്ടിൽ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഇത് ഓഡിയൻസ് ഫുള്ള് ശ്രദ്ധിക്കും. എന്തൊക്കെയാണ് ഒരു മരണ വീട്ടിൽ നടക്കുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു. അവിടെ രാഷ്ട്രീയം നടക്കുന്നുണ്ട്, മറ്റ് തമാശകൾ നടക്കുന്നുണ്ട്, അധികാരം ദുർവിനിയോഗം നടക്കുന്നുണ്ട്, പരദൂഷണം, അസത്തിന്റെ പരിപാടി ഉണ്ട്. നടക്കുന്നുണ്ട്. എന്റെ പേര് രാജേന്ദ്രൻ. സിനിമയില്
പക്ഷെ ഫിഗർ കറക്റ്റ് രാജേന്ദ്രൻ. പേരോജപ്പോഴേ ചിരിക്കുന്നുണ്ടോ? നോബി ചേട്ടാന്ന് വിളിച്ചപ്പോഴത്തേക്ക് എന്റെ പേര് രാജേന്ദ്രൻ, പേര് മറക്കാതെ പറഞ്ഞതുപോലെ ഉണ്ട്. അല്ല അതല്ലേ എല്ലാരും സ്വന്തം പേര് മറന്നു പോയാൽ നാണക്കെടുത്തി. ആണെങ്കിൽ മരണ വീട്ടിൽ പല സംഭവങ്ങളും നടക്കൂലേ, നമ്മളെ ശ്രദ്ധിക്കാറില്ലല്ലോ. ഞാനൊരു സ്ഥലത്ത് പോയപ്പം മരുമോൾ ഭയങ്കര കരച്ചില്. അമ്മായിയമ്മ മരിച്ചോണ്ടല്ല, ബിരിയാണിക്ക്. മരിച്ചു കിടക്കുന്ന അമ്മയാണോ ഇയാൾക്ക് വലുത്, ഭാര്യയായി ഞാനാണോ അറിയാം. അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റിംഗ് കണക്കും എൻ്റെ ഇടയിൽ എന്തെല്ലാം നടക്കും അറിയാം. നമ്മളിത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഇപ്പൊ നമ്മൾ മരിച്ചാൽ പോലും നമ്മൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കരുത്. അപ്പൊ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ വെച്ച് വില പേശാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. അയ്യോ, നിങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചിരിക്കാൻ, എനിക്ക് ഭയങ്കര, ഞാൻ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ചിരിക്കുന്ന ആളാ. അപ്പൊ പിന്നെ ഞങ്ങൾ വന്നോണ്ടൊന്നുമല്ല. പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ അങ്ങനല്ല. ഓക്കെ, ആ ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. ചേച്ചിയുടെ ക്യാരക്ടറിനെ പറ്റി. എൻ്റെ ക്യാരക്ടറിന്റെ പേര് സുധ എന്നാണ്, സുധാ മുരളി. അസിസിക്കയുടെ പേര് മുരളി. ഞങ്ങളുടെ മകളാണ് അനശ്വര. ഒരു പ്രദേശത്ത് കിടക്കുന്ന ഒരു, നമുക്ക് കാണുമ്പോഴൊരു ഫീൽ ഗുഡ് പണ്ടത്തെ ഒക്കെ ഒരു വൈബ് അവിടെ നിൽക്കും പോലെ തോന്നും. അവിടെ നിൽക്കുമ്പോൾ അതിനകത്ത് ഒരാളാവും, അത് ഉറപ്പാണ്. അത് മാത്രമല്ല, അതിനകത്ത് കാണുന്ന കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. കാര്യം പല മരണ വീടുകളിലും കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ, അതുപോലത്തെ ആളുകളൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോൾ. ഈ പടം ഞാനത് അതുകൊണ്ട് അധികം മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അധികം സമയം നിൽക്കാറില്ല. ഇതെല്ലാം കണക്ട് ആയി ഞാൻ ബോഡി ഉണ്ട്, ഞാൻ അപ്പോഴേ പോകും. എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ചേട്ടന് ഇതുപോലെ മരണ വീട്ടിൽ? മരിച്ച വീട്ടിലോ? ആ, മരിച്ച വീട്ടിലെന്തോന്ന് അനുഭവം? അല്ല, ഇതേപോലത്തെ മൂവി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങള് തോന്നിയിട്ടുണ്ടോ? പിന്നെ അത് കൂടുതൽ ഈ ഗ്രാമപ്രദേശങ്ങളിലാണ് നടക്കുന്നത്. ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ ഈ അല്ല നഗരങ്ങളൊക്കെ കുറവാണ്. കാര്യം ആർക്കും സമയമില്ല, എല്ലാവരും വരുന്നു, റീത്ത് വയ്ക്കുന്നു, അല്ലെങ്കിൽ പോകുന്നു, കുറച്ചു നേരം നിൽക്കുന്നു, പോകുന്നു. ഈ ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും തമ്മിൽ പരസ്പരം ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കുന്നു. ആഘോഷമാക്കും. ഈ വീട്ടുകാർ തമ്മിലൊക്കെ എല്ലാവർക്കും തമ്മിലൊക്കെ എല്ലാവരും അറിയാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീട്ടിൽ ആരോ മരിച്ച പോലെ ഒരു ഫീലാണ് അവർക്ക്. അവർ ഫുൾ ടൈം കാണും അവിടെ. അപ്പോൾ ഈ ഫുൾ ടൈം വന്ന് നിൽക്കുന്നതാണ് ഇങ്ങനെയുള്ള ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം എന്താ പറയുക, ഇപ്പം ഒരു മരണ വീടെങ്കിൽ ആ മരണ വീട്ടിലെ അവർ തളർന്നായിരിക്കും ഇരിക്കുന്നത്. ഒന്നും ചെയ്യാനും കയ്യോ കാലോ പൊങ്ങൂലോ ഒന്നും പറയാൻ പോലും. പക്ഷെ അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് നാട്ടുകാരായിരിക്കും. ഞാനാണോ വലുത്, നീയാണോ വലുത്, ഒരുപാട് മത്സരങ്ങൾ നടക്കും നമ്മൾ അറിയാതെ പോലെ. ഈ കസേരയിലെ ഈ ചുവന്ന കസേര ഇരുന്നിട്ട് ചോദിക്കും, കസേരയൊക്കെ എടുത്താടെ പന്തല് കെട്ടുന്നതിനെ പറ്റി തർക്കം. ഇവിടെ കെട്ടണ്ട, അത് അവിടെ കെട്ടിയാ പോരെ, അതിന് തർക്കം. കസേരയുടെ കളറിന് തർക്കം. ബന്ധുക്കാരുടെ ഒരു തർക്കം. പിന്നെ സദ്യക്ക് എത്ര കൂട്ടം കറികൾ വേണമെന്നുള്ളതിനെ കുറിച്ച് തർക്കം. പിന്നെ സഞ്ചയനത്തിന് ഇഡലിയുടെ കൂടെ വട എന്തിന്, വടയുടെ ആവശ്യമൊന്നുമില്ലെന്ന് ചിലവന്മാർ എന്തെല്ലാം അഭിപ്രായം. സത്യം മനുഷ്യനെ കൊണ്ട് നമ്മൾ പൊറുതി വിട്ടുപോകും. വെറുതെ എന്തെങ്കിലും പറഞ്ഞ ആളാവാൻ വേണ്ടിട്ട് ആളുകളി ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞോട്ടല്ലേ നമ്മളാ ഞാനതൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ ആരെയും മരിച്ചു കഴിഞ്ഞാലേ ഭയങ്കര ടഫായിട്ടൊക്കെ നിൽക്കും. ഒരുത്തനും അടുക്കില്ല. പിന്നെ ഒരഭിപ്രായം പറയാനേ. ഇപ്പൊ ഞാന് അമ്മയൊക്കെ മരിച്ചപ്പോൾ ഞാൻ ഭയങ്കര ടഫായിട്ടാണ്. അത് കൂടുതൽ അഭിപ്രായം പറയണമെന്നുള്ള രീതിയിൽ അടുക്കരുത്. അതുകൊണ്ട് അത് ഭയങ്കര രസമാണ്. കാരണം എനിക്കത് വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം ഈ കറക്റ്റ് ഒരു മരണ വീടായിരുന്നു നമ്മുടെ ഈ ലൊക്കേഷൻ. കറക്റ്റ് മരണ വീടായിരുന്നു. കാരണം ആ വീട്ടിൽ മാറി താമസമുണ്ടോ? അമ്മച്ചി അവിടെ ഒരുപാട് പേര് താമസമില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് മരണ വീട്, ആ ചാമ്പ്രാണിത്തിരിയുടെ മണം, അത് പിന്നെ ഈ ബോഡി കത്തിക്കാനുള്ള അവിടെ അത് കുളിപ്പിക്കാനുള്ള പരിപാടി, ഇതെല്ലാം കറക്റ്റ് ഒരു ഫീല് കിണറ്. സത്യം. എന്നിട്ട് ഞാൻ ഈ മരണ ഫീലിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് 2-ന് എൻ്റെ വാപ്പ മരിക്കുന്നു. പിന്നെ എനിക്ക് ആ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഫീലായി. ഷൂട്ട് കഴിഞ്ഞ് 2-ൻ്റെ അകത്താണ് വാപ്പ മരിക്കുന്നത്. അപ്പോൾ സുഖലടക്കായിരുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും ആ ഫീൽ വിട്ടു നിന്നില്ല ഇങ്ങനെ. കാരണം എല്ലാവരും നമ്മൾ ക്രൂ എല്ലാം അവിടെ വന്നിട്ട് അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാനെന്ത്, എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതിനകത്ത്. അപ്പോൾ അമ്മായിയമ്മയാണെങ്കിൽ പോലും സ്വന്തം അമ്മയെ പോലെ നോക്കുന്ന ഒരു ക്യാരക്ടർ.
അമ്മായിയമ്മയുടെ വീട്ടിലാണ്, വൈഫ് ഹൗസിലാണ് ഞാൻ കിടക്കുന്നത്. അതാണ് ആണുങ്ങളുടെ ഒരു പ്രത്യേകത അറിയാം. നമ്മളെപ്പോഴും നമ്മുടെ ഭാര്യയുടെ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് കാണും. ഈ ഭാര്യമാര് തിരിച്ച് കാണത്തില്ല. അതെന്തങ്ങനെ എനിക്കറിയില്ല. അതുപോലെ അല്ല, അതുപോലെ തന്നെയാണ് അമ്മായിയമ്മമാര്. അശ്വതിക്ക് അങ്ങനെ കാണാൻ കഴിയും, അശ്വതിക്കെങ്കിലും അങ്ങനെ കാണാൻ കഴിയും. ചേട്ടാ അതേപോലെ തന്നെയാണ് അമ്മായിയമ്മ മരുമക്കളെ മക്കളായിട്ട് കാണുന്നില്ലല്ലോ. കാണുന്നവരുണ്ട്, കാണാത്തവരുണ്ട്. ഈ ഞാൻ പറയട്ടെ, ഈ ഒരു വീട്ടിൽ ഒരു പ്രശ്നമില്ലായിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഒന്ന്, ഈ വരുന്ന മരുമകളെ അമ്മായിയമ്മ സ്വന്തം മകളെ പോലെ കാണുക. തിരിച്ച് ഈ വരുന്ന പെണ്ണ് അമ്മയെ പോലെ കണ്ടാൽ പ്രശ്നം തീർന്നു. ഒരിക്കലും ഇവരത് കാണാൻ ശ്രമിക്കുന്നില്ല. ഒരാണുങ്ങളും സ്വന്തം അമ്മായിയമ്മയെ പറ്റി വേറെ ആർക്കും കുറ്റം പറയില്ല. ദൈവം പോലും ഈ കാര്യത്തിന് എനിക്ക് പരിഹാരം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കളഞ്ഞ വേറെ കാര്യമുണ്ടോ? കുഴപ്പം പിടിച്ച അമ്മായിമാരും ഉണ്ട്, കുഴപ്പം പിടിച്ച മരുമക്കൾ പെണ്ണുങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. പറയുമ്പോ എല്ലാം പറയണം. ഓരോരുത്തരുടെ ക്യാരക്ടർ ഇതൊരിക്കലും കോംപ്രമൈസ് ആകത്തില്ല. നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ അവര് ചിന്തിക്കുന്നില്ല, ആ മരുമോളും സ്ത്രീയാണ്, അമ്മായിയും സ്ത്രീയാണ്. അതെ, ആ ഒരു പോയിന്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നം കാണത്തില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഈ കുടുംബത്തിൽ അങ്ങനെയൊന്നുമില്ല. അമ്മായിയമ്മ വഴക്ക് പറയുമ്പോ ഈ മരുമോള് എന്റെ അമ്മയല്ലേ വഴക്ക് പറയും എന്ന് പറഞ്ഞ എടുത്ത് ആ സെൻസിലെടുത്ത പ്രശ്നം തീർന്നു. അതുപോലെ ബൈച്ചേട്ടാ മരുമക്കൾ അമ്മായിയമ്മയുടെ അടുത്ത് ഒരു കാര്യം അടിസ്ഥാനം പറയുന്നത് എന്റെ മോള് പറയുന്ന പോലെ ഇതിന്റെ എല്ലാ അടിസ്ഥാനം കുട്ടിയെ പെൺകുട്ടിയാണ് പറഞ്ഞിരുന്നത്. ഇതിന്റെ എല്ലാ അടിസ്ഥാനം ചൊറിച്ചിലാണ്. മനസ്സിലായില്ലേ? പൂച്ചയ്ക്ക് പട്ടിയെ കണ്ടുകൂടാ, പട്ടിക്ക് പൂച്ചയെ കണ്ടുകൂടാ, പട്ടിക്ക് കുരങ്ങനെ കണ്ടുകൂടാ, കുരങ്ങനെ മറ്റേ കരടിയെ കണ്ടുകൂടാ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ അമ്മമാര് ഭയങ്കര മക്കളുടെ കാര്യത്തിൽ പൊസസീവ് ആവുന്ന അമ്മമാരുടെ അത് വേറെ ഒന്നുമില്ല. വെറുതെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് സ്നേഹമൊന്നും, അത് വലിയ സ്നേഹമൊന്നും. വെറുതെ വീട്ടിൽ നിന്ന് ബോറടിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ടൈം പാസിന്, അതിന് വേണ്ടിയാണ്. ഓക്കെ, ബൈചേട്ടാ, ഞാൻ കുറെ നാളായിട്ട് ബൈചേട്ടന്റെ ഇന്റർവ്യൂ ഇങ്ങനെ കുറെ നോക്കി നടക്കുമായിരുന്നു, എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. എവിടേക്കാ നോക്കി? ഞാൻ ബൈചേട്ടന്റെ അടുത്ത് അടക്കം ചോദിച്ചായിരുന്നു, ബൈചേട്ടൻ മൈൻഡ് ചെയ്തില്ല എന്നെ. കഴിഞ്ഞ പ്രൊമോഷൻ, ഏതോ ഒരു മൂവിയുടെ പ്രൊമോഷൻ. എല്ലാരും എന്റെ അടുത്ത് ഇന്റർവ്യൂ ചോദിക്കുന്നത്, വേറൊന്നും ചോദിക്കാനില്ലെന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ ചോദിക്കാം. ഞാൻ ബൈചേട്ടനെ ഏറ്റവും എൻ്റെ ഒരു ചെറിയ പ്രായത്തിലെ ബൈചേട്ടൻ ഫാൻകളാണ് ഞാൻ. ഏത് മൂവിയാന്ന് വെച്ചാൽ കോട്ടയം കുഞ്ഞച്ചൻ മൂവിയിലെ പ്രിൻസിപ്പാളെ എന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു മൊത്തത്തിൽ ആ ഒരു മൂവിയിലെ ആ ഒരു സീൻ വരുമ്പോഴത്തേക്ക് കുറെ ചിരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ചേട്ടൻ ആ ഒരു ക്യാരക്ടറിനെ ഓർക്കുന്നത് എങ്ങനെയാ ഇപ്പോ? സിനിമയല്ലേ കോട്ടയം കുഞ്ഞച്ചൻ, മമ്മൂക്കയുടെ കൂടെ ആ കാലത്തൊക്കെ അങ്ങനെ റോളൊക്കെ കിട്ടുന്നത് തന്നെ വലിയ വലിയ സംഭവമാണ് അല്ലേ? പിന്നെ അല്ലാതെ അന്ന് സിനിമയിൽ ചാൻസ് കിട്ടാനൊക്കെ വലിയ പ്രയാസമുള്ള കാലങ്ങളാണ്. ഇപ്പൊ തുറന്നു യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നില്ല, നമ്മൾ ഇതിന്റെ പുറകെ പോയിട്ട് കിട്ടിയൊന്നുമല്ല, വന്ന് ഭവിക്കുന്നതാണ്. എന്ന് വെച്ചിട്ട് അങ്ങനെ വലിയ വലിയ കഥാപാത്രമൊന്നും അല്ല അത്. ഓർത്തിരിക്കുന്നത് അത് ഈ പ്രിൻസിപ്പാൾ എന്നുള്ളൊരു വിളി ഉള്ളതുകൊണ്ടാണ് ഓർക്കുന്നത്, അല്ലെങ്കിൽ അതൊന്നും ഓർക്കത്തില്ല. ആ പ്രിൻസിപ്പാൾ എന്ന് വെച്ചാൽ വേറെ കാര്യം, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഈ കുഞ്ഞച്ചൻ. ഡ്രൈവിംഗ് സ്കൂൾ നടന്ന ആളല്ലേ മമ്മൂക്കയുടെ കഥാപാത്രം. വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളാണ് ആരെയും പ്രിൻസിപ്പാൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ക്യാച്ച് ചെയ്തത്. ഇയാൾ എവിടുത്തെ പ്രിൻസിപ്പള്? സ്കൂളിലെ പ്രിൻസിപ്പൾ അല്ല, കോളേജിലെ പ്രിൻസിപ്പൾ അല്ല, ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടന്ന ഒരാൾ, അയാളെ ഇപ്പം കയറി വിളിക്കാൻ പ്രിൻസിപ്പാൾ. അതുകൊണ്ടത് സ്ട്രൈക്ക് ചെയ്തത്. ഇപ്പൊ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങി ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെങ്കിൽ അതൊരു ഒരു പ്രത്യേക കഴിവാണ്. കഴിവൊന്നുമല്ല, അത് യോഗം മാത്രമാണ്, യോഗമാണത്. അങ്ങനെ നിൽക്കാനും പാടാ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു യോഗമാണ് സംഭവം, അല്ലാതെ ഒരു വലിയ കഴിവുണ്ടെന്ന് വെച്ചാൽ കിട്ടുന്ന കഥാപാത്രങ്ങള് ഭംഗിയാക്കാൻ ശ്രമിക്കണം. അതേ നമുക്ക് ചെയ്യാൻ പറ്റും. ഹാർഡ് വർക്കൊക്കെ വേണം, കുറച്ചൊക്കെ വേണം, ബാക്കിയൊക്കെ സമയം പോലെ ഇരിക്കും. നമ്മളെ കണ്ണുമ്പിൽ വന്നിട്ട് പോയിരുന്നു. അതാ ഈ ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാരും പറയുന്ന ഒരു കാര്യം തന്നെ, സിനിമയിൽ വരാൻ എളുപ്പമാണ്, നിലനിന്ന് പോകാനാണ് പാട്. നമുക്ക് സിനിമകൾ കിട്ടാനും മുമ്പോട്ട് പോകാൻ ഏറ്റവും പ്രയാസം നായകന്മാർക്കാണ്. അവർക്കാണ് കുറച്ച് ടാസ്ക് കൂടുതൽ അവർക്ക് വരാനും എളുപ്പമല്ലല്ലോ, സിനിമയിലേക്ക് വരാനും അത്ര എളുപ്പം വരുന്നത്. ഇപ്പൊ ഒരു നമുക്ക് തലയിലെടുത്തൂടെ ഉണ്ടെങ്കിൽ വരും. പിന്നെ ഈ സ്റ്റാർഡം ഈ പറഞ്ഞ പോലെ അത് നിലനിർത്തി കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, ടാസ്ക് ആണ്. പ്രത്യേകിച്ച് നായകന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിന്തിക്കാൻ പറ്റൂല. കാര്യം അവർ ചൂസ് ചെയ്യുന്ന സിനിമകൾ നല്ലതാവണം,
ഈ ഹിറ്റ് എന്ന് പറഞ്ഞാൽ സാധനം ഇല്ലെങ്കിൽ ഇവരെ വെച്ച് സിനിമ എടുക്കാൻ ആള് വരണ്ടേ? ഇവരെ വെച്ച് സിനിമ എടുക്കാൻ ആള് വന്നാലേ നമുക്കൊക്കെ റോൾ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? പെർമനന്റ് ജോലിയില്ലല്ലോ ഇത്. ഈ എല്ലാ മാസവും സർക്കാർ നമ്മളെ കിട്ടുന്നവരൊന്നും ഒന്നും കിട്ടില്ലല്ലോ. കിട്ടുമ്പോൾ കുറച്ച് കിട്ടും, അതൊരു സൈഡിൽ കൂടെ പോവും അല്ലേ, പിന്നെ ഒരു സൈഡിൽ കൂടെ വരും, പിന്നെയും പോവും. അതിങ്ങനെ പോയിക്കൊണ്ട് അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ അങ്ങ് പോകും. മുമ്പ് ഒരു കല്യാണത്തിന് പോയാലേ 500 കൊടുത്താൽ മതിയായിരുന്നു. സത്യം. പണ്ടൊരു കല്യാണത്തിന് പോയല്ലേ 500 കൊടുത്താൽ മതിയായിരുന്നു. 500 മടക്കി വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. അത് മാറിയില്ലേ? ഇനിയിപ്പോ അതിന് വരെ കൈ കൊടുത്തിട്ട് പോകും. വന്നാ മതി. അതെ. എന്നാലും എന്താ ആ ഒരു മാജിക് ചേട്ടൻ കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ ബൈച്ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതെ. അതാണ് അതിന്റെ മാജിക്. അത് വേറെ ആങ്കറെ ഞാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എവിടെയെങ്കിലും ആങ്കർ ഒന്നും താഴോട്ട് പോകുന്നു ഞങ്ങൾക്ക് തോന്നി ഞങ്ങളെ ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് ചെയ്തെടുക്കും. ഇയാളുടെ പേരെന്താണ്? അജ്ന. അജ്ന കൊച്ചിയാണോ? ഞാൻ കൊല്ലമാണ്, കൊച്ചിയിലാണ് ഇപ്പൊ. അത് ഞങ്ങൾക്ക് മനസ്സിലായി കൊച്ചിയിലാണ്. അപ്പൊ നമ്മൾ കൊച്ചിയിലല്ലേ ഇരിക്കുന്നത്. അല്ല, കുറച്ച് വർഷമായിട്ട് കൊച്ചിയിലാണ്. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? മീഡിയ തന്നെയാണ്. ഓക്കെ. അയ്യോ, നമ്മുടെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടല്ലേ, എനിക്കൊരു ഇന്റർവ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതാണ് വേണ്ടത്. നമുക്ക് അങ്ങനെ, എനിക്കും ആ ഒരു വൈബാണ് ഇഷ്ടം. ഇവന് എന്റെ പ്രൊഡ്യൂസർ എന്നെ മിക്കവാറും നീ എന്തോ കാണിച്ചിട്ട് വന്നേന്ന് ചോദിക്കും. ഓക്കെ. അപ്പൊ ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ കൂടെ? സീനിയേഴ്സ് ആണല്ലോ ഇത്രയും. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ഫണ്ണായിരുന്നോ അല്ലെങ്കിൽ കുറച്ച് പേടി ഉണ്ടായിരുന്നോ ആദ്യം? അല്ല, പേടി എനിക്ക് പൊതുവേ ഇല്ലല്ലേ. ഇത് ബൈച്ചേന്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻ സീനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത് ഉണ്ടാവുമെന്ന് സത്യത്തിൽ എനിക്ക് പേടി ഉണ്ടായിരുന്നു, സത്യമായിട്ട് പേടി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഡയലോഗ് അങ്ങനെ ഇല്ല. സിനിമ കാണുമ്പോൾ കോമ്പിനേഷൻ എല്ലാവരും എല്ലാവരും അങ്ങനെയാണ്. ഒരു സീനിൽ തന്നെ എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ നേർക്കുനേർ നിന്ന് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കേണ്ടി വന്നില്ല. അതൊരു നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു സീൻ അഭിനയിച്ചിട്ട് ചിരിച്ചു പോയി. മറ്റേ അപ്പുറത്തെ വീട്ടിലെ പ്രസന്നന്റെ അവിടുത്തെ ചിരിച്ചു പോയി. 3 ടേക്ക് എടുക്കേണ്ടി വേണ്ട അത് ശരിയാവില്ല അല്ലേ? പിന്നെ അസിസിക്ക് നോബി ചേട്ടനെയും എനിക്ക് കോമഡി സ്റ്റാർസ് മുതൽ എനിക്ക് അവരെ രണ്ടുപേരെ അറിയാം. അതുകൊണ്ട് അതൊരു അങ്ങനെയല്ല, അതൊരു കംഫർട്ട് സോണാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത് മല്ലിക ചേച്ചിയുടെ കൂടെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, അനശ്വരയുടെ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്നെക്കാൾ സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അസിസിക്കയോട് ചോദിക്കും ഓരോ ഷോട്ട് കഴിയുമ്പോൾ, ഇക്ക ഓക്കെ ആയിരുന്നോ, അത് ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പം ഇക്കയും നമുക്കെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരും. എടി അങ്ങനെ പറ, കുറച്ചുകൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി രസം ഉണ്ടാവും, അങ്ങനെയൊക്കെ. അതുകൊണ്ട് അവരുടെ കൂടെ ഇവരുടെയൊക്കെ മേഖലയിൽ ഇവരൊക്കെ പുലികളാണ്, മനസ്സിലായി. ഇത് വേറൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയമാണ് സത്യം. അതിന്റെ ഒരു പേടി അങ്ങനെയുള്ളൂ. ആ ലൊക്കേഷനിലെ ഷൂട്ട് നടക്കുമ്പോൾ അകത്തിരുന്നവരെല്ലാവരും അറിയുന്ന ഷോട്ട് എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇവരെല്ലാവരും കൂടെ ഇരിക്കുമ്പോഴും മറന്നോട്ടിരിക്കും പോലെ. അല്ല, ആ ഫീലിന്ന് വരാൻ പറ്റൂല പെട്ടെന്ന് തിരിച്ച്. അല്ല, ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടേ ആ വീടും ആ പരിസരവും ഈ ചന്ദനത്തിരിയുടെ മണവും എപ്പോഴും അങ്ങനെ ബോഡി ഇങ്ങനെ നടയിൽ ഇങ്ങനെ കിടത്തിയിരിക്കും ചെയ്യുമ്പോൾ അതിനും വിട്ടും അത് അവിടെ ആരും മരിച്ച് കിടപ്പുണ്ടെന്നുള്ളൊരു ഫീലാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ നേരത്തെ ഉപ്പ മരിച്ചു എന്ന് പറഞ്ഞതുപോലെ ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് അവസ്ഥയിലായിരുന്നു. അമ്മയ്ക്ക് നല്ല അസുഖമായിട്ട് അമ്മ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇതിന് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്കിത് അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഇവിടെ എൻ്റെ അമ്മ മരിച്ചു കിടക്കുന്ന സീനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ കരയുന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് പല സമയത്ത് ഗ്ലിസറിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഓട്ടോമാറ്റിക്കലി എനിക്ക് അത് എന്തെങ്കിലും അമ്മയ്ക്ക് സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യം അങ്ങനെയൊന്നും വന്നില്ല. ആ ഒരു ഫലം ഇതിലങ്ങ് പോയി, അങ്ങനെ പറയുമല്ലോ. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫലം ഇതിലേക്ക് അങ്ങ് പോയി. അതുപോലെയൊക്കെ ആയിരുന്നു. അമ്മൻ്റെ ഭയങ്കര ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു വീടും കുറേ ആൾക്കാരും ഒരു 10-20 ദിവസം ഒരുമിച്ച്. ഭയങ്കര സീരിയസ് കോമഡിയാണ് ഈ പടം. തമാശക്ക് വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞില്ല. അതാത് സമയങ്ങളിലെ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അനുഭവമാണ് നമ്മുടെ ചിരി എന്ന് പറയുന്നത്.
പ്രേക്ഷകരുടെ ചിരി ഇപ്പം ബൈചേട്ടനെ ഇപ്പം എല്ലാരും തഗ് ട്രോൾസിലൊക്കെ എപ്പോഴും ആക്റ്റീവ് ഇപ്പൊ കുറഞ്ഞു, കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്ന് ശരിയാക്കി എടുക്കണത്. പക്ഷെ രസമാണ്, നല്ല രസമുള്ള തഗ്ഗുകളും ട്രോളുകളുമാണ്. എൻജോയ് ചെയ്യാറുണ്ടോ അത്? ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ആ, ചിരിക്കാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല. അത് ചിരിക്കുക തന്നെ വേണം. അതെനിക്ക് എല്ലാവരോടും പറയാനുള്ളതാണ്. അത് പാഴാക്കരുത്. വെറുതെ ടെൻഷൻ അടിച്ചിരുന്നൊന്നും ഒരു കാര്യമില്ല. വരാനുള്ളതൊക്കെ വരും. ദുഃഖം എപ്പോഴും ഉണ്ടാവും, പക്ഷെ ചിരി എപ്പോഴും ഉണ്ടാവില്ല. പക്ഷെ ആ കിട്ടുന്ന ഇത് നമ്മൾ ചിരിക്കണം. ബൈചേട്ടന് നായക പദവിയിലേക്ക് പോകണം എന്നില്ല. വേറെ പണിയൊന്നുമില്ല. എന്നെ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ലേ? അല്ല, ഞാൻ ചോദിക്കാം, ഏതെങ്കിലും ഒരു പോയിന്റിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇനി വേണമെങ്കിലും അഭിനയിച്ചൂടെ? ആ, അതാ അങ്ങനെ ഒരു റോള് ഒത്തു വരണം. സെൻട്രൽ ക്യാരക്ടർ ഇന്ന പോലത്തെ ഒരാളായിരിക്കണം. ഇപ്പൊ നായകൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, സെൻട്രൽ ക്യാരക്ടർ. അതാണ് ഇപ്പം എല്ലാരും അല്ലേ ആ ഒരു സാധനം. നായകൻ ഇപ്പൊ അവര് ഈ നായകന്മാര് തന്നെ പറയാൻ ഞങ്ങൾ നായകനല്ല. അല്ലാതെ അയ്യോ സെൻട്രൽ ക്യാരക്ടർ അത് മനസ്സിലായി. ഇപ്പൊ അങ്ങനെ ആയി മാറി. ഈ പടത്തിൽ ഞാനൊരു ഭാഗമാണെന്ന്. ഈ പടത്തിൽ ഇവരോടൊപ്പം ഞാനും ഒരു ഭാഗമാണ്. ഓക്കെ. നമുക്ക് വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഇതിന്റെ ഒരു റീലാണ് ഇപ്പം ഭയങ്കരമായിട്ട് ടീസർ പോലെ വന്നിരിക്കുന്നത്. ടീച്ചറും അല്ല, അത് വേറെ ഒരു പ്രത്യേക പുതിയ സാധനമാണ് ഇറക്കിയത്. ആ, അതെന്താ സംഭവം? ഗ്രൂ വിത്ത് ഗ്രാൻഡ്മയാണോ? അതാണോ ഗ്രൂ? അല്ല, നിങ്ങളുടെ റീല് ഗ്രൂ വിത്ത് ഗ്രാൻഡ്, അതെ. അത് ടീസർ ആണോ ട്രെയിലർ ആണോ എന്താണ്? ഇല്ല, വെറുതെ ഒരു സാധനം അധികം വന്നാണ് വിട്ട് കെട്ടി വിട്ട്. അല്ല, ഇപ്പൊ ചോദിച്ചില്ലേ, അതാണ് ഞാൻ അതാണ് ആ, എല്ലാരും അത് കണ്ടിട്ട് ചോദിക്കണം ഇതെന്താ സംഭവം. ടീച്ചറാണോ? പിന്നെ ഒരു പാട്ടിറങ്ങി അല്ല, ട്രെയിലർ തുടങ്ങിയതല്ലേ? ഇല്ല അത് 9-ാം തീയതി. തിയേറ്ററിൽ മാത്രം. പക്ഷെ എനിക്കിപ്പോ ഇവിടെ ഇരിക്കുമ്പോ തോന്നുന്നു ആ മജ്ജ സോങ്ങിൽ നിങ്ങളൊക്കെ വേണമായിരുന്നു. അല്ല, അത് അവരുടെ ക്യാരക്ടറിനുള്ള സോങ് ആണ്. ഇപ്പൊ തോന്നിയില്ല ഞങ്ങൾ വേണമെന്ന്. അതാണ് പ്രശ്നം, അങ്ങനെ ചോദിക്കണം. ആ സോങ്ങിൽ എനിക്കൊരിക്കലും അഭിനയിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ സാവിത്രിയമ്മയുടെ മരണത്തിന് ശേഷമല്ലേ വരുന്നത്. ഞാൻ അതിനുമുമ്പ് ഈ സോങ്ങിൽ കയറി എങ്ങനെ അഭിനയിക്കും? എന്താ കാരണം? വിളിച്ചാലും വരില്ല. അല്ല, ഞാൻ വരാൻ പാടില്ല. ഞാൻ ഈ സമയം ഉണ്ടെങ്കിലും വരരുത്. കഴിഞ്ഞിട്ടല്ലേ കരയാൻ തോന്നുന്നതിനും അവിടെ എന്ത് കാര്യം ചെയ്തിട്ടുണ്ട്? ഇനിയിപ്പോ സഞ്ചാരത്തിന് വിളിച്ചാൽ വന്ന് പഞ്ചായത്തിനാണെങ്കിൽ ഓക്കെ, അന്ന് സോങ് ഉണ്ടെങ്കിൽ ഓക്കെ. അന്നൊരു സോങ് എന്നാ അന്നൊരു സോങ് ആവാം. അത് പുളിയിരുന്ന്. 41 അപ്പൊ അന്ന് ഒരു പാട്ട് വേണം. DJ ഒക്കെ ഇപ്പോഴത്തെ 1 ലക്ഷം രൂപ ഡി ജെ. എനിക്ക് വയ്യ. നിങ്ങളൊക്കെ ഇരുന്ന് ചിരിക്കും കേട്ടോ. നിങ്ങളൊക്കെ മരിക്കുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ഭയങ്കര ചിരി. മരിക്കും മനസ്സ്. അങ്ങനെ ഡയലോഗ് ഉണ്ട് അതിനകത്ത്. അതിവിടെ പറയരുത് ഇപ്പൊ. ഓക്കെ. ഗ്രൂ വിത്ത് ഗ്രാൻഡ്മയെ പറ്റിട്ട് ഇപ്പൊ മല്ലിക ചേച്ചിയാണല്ലോ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ മല്ലിക ചേച്ചിയും എനിക്ക് മിക്സ് ചെയ്യുന്നു. മല്ലിക ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അല്ലേ? മല്ലിക ചേച്ചി ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ പ്രൊമോഷൻ വരില്ല. പരിപാടിയൊന്നും കാരണം മല്ലിക ചേച്ചിക്ക് അത് അങ്ങനെ ഒരുപാട് ഇപ്പൊ ട്രാവലും ചെയ്യത്തില്ല. അല്ല, മല്ലിക ചേച്ചി ഈ ഒരു മൂവിയിലോട്ട് വന്ന ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയിച്ചു പാവത്തിനകത്ത് അല്ലേ? പാവം. ശാരീരികമായിട്ടും ഒന്നുമില്ലായിരുന്നു. ശാരീരികമായിട്ടും ഭയങ്കരമായിട്ട്. ചേച്ചിക്ക് വയ്യായിരുന്നു. എന്ത് പറ്റിയ? അല്ല, കുറച്ച് ഇരിക്കുന്നതും വീഴുന്നതും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും അടിപൊളിയായിട്ട് ചെയ്തു. അതൊക്കെ ചെയ്യും. ഡാൻസ് ഒക്കെ കണ്ടില്ല? ഡാൻസ് ഒക്കെ കളിച്ചിട്ടില്ല? അടിപൊളിയല്ലേ? നല്ല രസമല്ലേ? നല്ല ക്യൂട്ടാണ് സത്യം. അടിപൊളിയാ. അപ്പൊ ഇതിനകത്ത് കുറച്ച് കഷ്ടപ്പെട്ടത്തേക്ക് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഷാജുവിനെ വിളിച്ച് പറയൂടാ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്ത, എടാ നിന്റെ വിപിൻ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണടാ എന്ന് വിപിനെ വിളിക്കും രാജു. വിളിച്ചിട്ട് അമ്മ നോക്കണേ. പക്ഷെ വേറെ പ്രശ്നമൊന്നുമില്ലാതെ വളരെ കെയർ ചെയ്ത് തന്നെ ചെയ്തത്. എന്നാൽ പോലും ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങൾ ചെയ്തു. ഹിന്ദിയില് ഡാഡി കൂൾ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതിന് ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? പിന്നെ അതിന് ഡാഡിയല്ലേ വിളിക്കുന്നത്, മമ്മിയല്ലേ? ആ വ്യത്യാസമുണ്ട്. അത് ഭയങ്കര വ്യത്യാസമല്ലേ? അല്ലേ? പിന്നെ ഇതിനകത്ത് കൂൾ എന്നുള്ള വാക്ക് 2 രൂപയില്ല. ഡാഡി കൂൾ, മമ്മി കൂൾ, ആ ഒരു ബന്ധം മാത്രമല്ല. അതുണ്ട്. അതാരെ പടം? ഇംഗ്ലീഷ് അല്ല, പാട്ടുണ്ട്. ഹിന്ദി ഡാഡി കൂൾ. ആരോട് പറയുന്നത്? അല്ല അത് കുഴപ്പമില്ല. ഈ മമ്മൂക്ക നോബിയുടെ മുഖത്തപ്പോ നോബി ഇങ്ങനെ നോക്കുമ്പോ ആരോട് പറയണം? ഡാഡി
ഡാഡി കൂൾ അങ്ങനെ പാട്ടുണ്ട്. ഡാഡി കൂൾ കേട്ടിട്ടുണ്ടോ? അത് ഇംഗ്ലീഷ് പാട്ടാ. ആ ഉണ്ട്, മമ്മൂക്കാരെ പടത്തിലുണ്ട് അല്ലേ? അത് പിന്നെ ഒരു പടത്തിൽ ഒരു പാട്ടുണ്ട്, 2 വരി. ഡാഡി കൊടുക്കുന്ന പടം നമ്മുടെ അയാളുടെ ആദ്യത്തെ പടമാണ്, നമ്മുടെ ആക്ഷി കപൂറിന്റെ. അത് മലയാളം ഡാഡി കൂൾ. ആ അതാണ് പറഞ്ഞത്. മലയാളം ഡാഡി കൂടെ അല്ല ഞാൻ ഡാഡി കൂടോ? ഹിന്ദി അല്ലേ? എന്റെ ദൈവമേ എന്റെ കയ്യിൽ നിന്ന് പോയി ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് യാതൊരു പിടിയും ഞങ്ങൾക്ക് മോഹം കണ്ടോ മനസ്സിലായത്. ആ ഇത് ഞാൻ ആദ്യമേ പറയണമെന്നേ, പിന്നെ ഞാൻ വിചാരിച്ചു തീർന്നില്ല, പരിപാടി നടക്കില്ലല്ലോ. അങ്ങനെ പറയാം. ഒപ്പിച്ചെടുത്ത്. അയ്യോ അങ്ങനല്ല, നിങ്ങൾ വന്നതിന്റെ ആ ഒരു വൈബിൽ ഞാൻ പോവാ. അല്ല, ഡാഡി കൂൾ ഹിന്ദി മൂവിയാ. അതിനകത്ത് ഇതുപോലൊരു അച്ഛൻ ഒരു മരണ വീട്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം, അതുമായിട്ട് കുറച്ച് പഴയ പടം തോന്നല്ലേ? ആ കുറച്ച് പഴയതാ. അത് അവിടെ ആ പടം കണ്ടിട്ടുണ്ടോ? ആ അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ആ പടം കണ്ടതല്ലേ, അപ്പൊ ഇതും കൂടെ കണ്ടിട്ട് അതിൽ നിന്ന് ചൊരണ്ടിയാണ് ഇതെന്ന് നോക്കണം കേട്ടോ. ആ. എനിക്ക് ടാസ്ക് തന്നില്ലേ? അങ്ങനെ അല്ല, ഇതിലും മോഷ്ടിക്കൊന്നുമില്ല, കാര്യം എപ്പോഴും നടക്കുന്ന സംഭവങ്ങളല്ലേ. ആ മോഷ്ടിച്ചതാണെന്നല്ല. അല്ല ഞാൻ ആ പറഞ്ഞു ചിലപ്പോ സിമിലാരിറ്റീസ് ഉണ്ടാവാം. തമാശ പറഞ്ഞു. അച്ഛൻ ഇപ്പം അനശ്വരയുടെ അച്ഛനായപ്പോ എങ്ങനെയുണ്ട്? കാഴ്ചയില് അച്ഛനായിട്ട് തോന്നുന്നെങ്കിലും അഭിനയം കൊണ്ടൊക്കെ അവിടെ പല ഞാനൊരു കാര്യം അല്ലല്ല, അല്ല, എനിക്ക് ഇന്നൊരു കാര്യം അറിയണം. അത് പല അഭിനേതാക്കളോടും പറയണ്ട വെച്ചിരിക്കാൻ. അച്ഛനിത്, ഇത് അമ്മ, ഇവർ കൊണ്ട് കൊച്ചാന്നറിയാം എന്തെങ്കിലും പുലബന്ധം. പക്ഷെ അവിടെ എടുത്ത് വളർത്തിയാണെന്ന് പറഞ്ഞ പോലും വിശ്വസിക്കില്ല. ആ യോഗ്യത പോലും ഇല്ലത്. ഞാൻ ഫസ്റ്റ് വന്നതിന് സെറ്റിൽ ചെന്നതിന് ഞാൻ ആരോട് അച്ഛനാ അത് ബൈജേട്ടനെ അറിയാത്തോണ്ടാണ് പല കഥകളും അല്ല, അവിടെ പല കഥകളും ഉണ്ടായി. അല്ല, ബൈച്ചേട്ട അറിഞ്ഞു. അറിഞ്ഞോ? അതായത് ബൈച്ചേട്ട അവിടെ വരുന്നു, കാര്യങ്ങളെല്ലാം നോക്കുന്നു. ഇനി ബൈച്ചേട്ടനാണോ അച്ഛൻ എന്ന് ബൈച്ചേട്ടനെ പോലെ ഇരിക്കണം അച്ഛന. കൂടി സിമിലാരിറ്റീസ് ശരിയാ ശരി അവർക്ക് അപ്പൊ ഞാൻ ഇവിടെ ചേർന്ന് നോക്കും, എടീ അങ്ങനെ സംസാരമൊക്കെ ഷൂട്ടിന്റെ പുറത്താണ്, വെളിയിലാണ്. ശരിക്കും ആ ഒരു അച്ഛൻ ക്യാരക്ടർ വഹിച്ചേട്ടന് വേണമായിരുന്നു സ്വാപ്പ് ചെയ്യുന്നു, തിരിച്ചിടാനോ? തിരിച്ചിടാൻ. എന്നാ മറ്റത് എന്റെ കൈ നിൽക്കൂല, ആ ക്യാരക്ടർ എന്റെ കൈ നിൽക്കൂല. വഹിച്ചേട്ടൻ എന്താ തോന്നുന്നത് ഇങ്ങനെ ഒരു? ഇല്ല ഇത് മതി ഈ അല്ല, പടത്തിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ വഹിച്ചേണ്ട പറ്റും, പക്ഷെ അതെന്റെ കൈ നിൽക്കില്ല, അത് ഉറപ്പാ. അത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നോബ് ചേട്ടൻ അധികം ഒന്നും പറയുന്നില്ല, ഈ ചിരിക്കുന്ന എന്തിനാ അറിയാൻ പറയുന്നത്, വെറുതെ വന്നിരുന്നാ പോരെ. അതെ, എന്തെങ്കിലും പറ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഇതിന്റെ ഇടയിൽ ഇറങ്ങിപ്പോയി. എനിക്ക് കസേര ഉൾപ്പെടെ എണീക്കും. അയ്യോ ഇനി വേറെ കാര്യം പറ്റാ, കസേര ഈ കസേരയെ കൊണ്ട് അപ്പുറത്ത് പോലെ ഒറ്റ കസേരയിലാണ് എല്ലാം ഇത് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് തന്നെ തിയേറ്ററിൽ കൊണ്ടുവന്നില്ല. അത് ബോഡി ഷേമിങ് ആയി പോവോ? എന്ത് പഠിച്ചു കസേര കുറിച്ചല്ലേ തമ്മിലായിട്ട് ഷേമിങ് ഇല്ല. നമ്മളെ കസേര കുറിച്ചാണ്. പരസ്പരം ശരിക്കും ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഈ ബോഡി ഷേമിങ് സംഭവങ്ങൾ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വന്ദനത്തിൽ ലാലേട്ട മറ്റേ ഗമ്മു ബോഡി ഷേപ്പിംഗ് ആണ്. കസേര ഒട്ടും കസേര ഒട്ടുന്നത് കാണുന്ന രീതിയല്ലേ ഇത്? ആ കസേര ഒട്ടുന്ന കാര്യമാണ് പറഞ്ഞത്, അല്ല അവന്റെ ശരീരത്തെ കുറിച്ച് ഒന്നും ഇവിടെ ആരും പറഞ്ഞില്ല. പറഞ്ഞോടാ, ആരോ എണീറ്റ് വന്ന് കസേര അതാലോചിച്ചിരിക്കും. അതൊക്കെ ചിരിക്കാനുള്ള സംഭവല്ലേ, അതിന് പിന്നെ വേറെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ചിരിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും മിസ് ചെയ്യരുത്. ഹാർട്ടിന് നല്ലതാണ്. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ബിസിനസ് സമേതം ബന്ധുമിത്രാദികൾ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. എന്തൊക്കെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം? പ്രേക്ഷകർക്ക് നല്ലൊരു സിനിമ പ്രതീക്ഷിക്കാം. പ്രേക്ഷകർക്ക് എന്തും പ്രതീക്ഷിക്കാം. അത് ഓരോ പ്രേക്ഷകന്റെയും കാഴ്ചപ്പാട് നമ്മൾ നല്ലത് പ്രതീക്ഷിക്കുന്നു. ഒരു ജയ പോലത്തെ ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ വേറൊരു വർഷം. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. ഒരുപാട് ചിരിച്ചു, ഒരുപാട് എൻജോയ് ചെയ്തു. ഇതുപോലെ തന്നെ സിനിമയും അല്ല, കുട്ടി നല്ല എൻജോയ് ചെയ്തല്ലേ അല്ലേ? എൻജോയ് ചെയ്തോ? ചെയ്തു. അത് മതി, ഞങ്ങൾക്ക് അത് മതി.
ക്യാമറമാനും എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? അതാണ് ഇടയ്ക്കിടയ്ക്ക് അനങ്ങി ക്യാമറ. ക്യാമറമാൻ ചിരിക്കുന്നുണ്ട്, ക്യാമറ കൂടെ നിൽക്കുന്ന ആളുകൾ ചിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഈ പരിപാടി നന്നായി തോന്നുന്നു. അല്ലെ അവര് ചിരിക്കില്ല. ഇവര് ഇതുപോലെ എന്തോരം പരിപാടി കാണുന്ന ആൾക്കാരാണ്. ഇവര് ചിരിക്കാറുണ്ടോ? വല്ലപ്പോഴും. ഇത് ഫുൾ ടൈം ചിരിയാണ്. അവരെ ചിരിക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നു. പൈസ കൊടുത്ത് നിർത്തിയാണ്. സോറി കേട്ടോ, ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയില്ല. പൈസ കൊടുത്ത് ചിരിക്കുന്ന ചിരി അല്ലാതെ ചിരി എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് 5 പൈസ കിട്ടിയിട്ടില്ല. 5ന്റെ പൈസ കിട്ടാത്ത ചിരിയാണ്. അതെപ്പോഴും ചിരിച്ചോണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ താങ്ക് യു താങ്ക് യു. അടുത്ത പ്രൊമോഷന് പോകണം.